പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. നോയമ്പ് സമയത്തെല്ലാം ഇതുപോലെ ഒരു റൈസ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി 2 ഗ്ലാസ് ബസ്മതി റൈസ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം 20 മിനിറ്റ് കുതിരാനായിട്ട് വയ്ക്കാം. ഇതിനു വേണ്ടി ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതല്ല ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റി വയ്ക്കാം. കുറച്ച് കോളിഫ്ലവർ, ഗ്രീൻ പീസ്, മല്ലി, പുതിനയില, ഒരു ക്യാരറ്റ്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ സവാള, 10 ബീൻസ്, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം എല്ലാ സ്പൈസസും വളരെ കുറച്ച് ചേർക്കാം. ഇതിൽ 10 കുരുമുളക് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തു. 1 പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയും, 1 പച്ചമുളകും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, 3 വെളുത്തുള്ളി നല്ലതുപോലെ അരച്ചതാണ് ഇത്. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ തന്നെ വഴറ്റണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. വെജിറ്റബിൾ ബിരിയാണിയേക്കാളും ഫ്രൈഡ് റൈസിനേക്കാളും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. ഇത്രയും മതിയാകും, അല്ലെങ്കിൽ വെജിറ്റബിൾസ് വെന്ത് കുഴഞ്ഞു പോകും. ഇനി റൈസ് ചേർക്കാം. റൈസിലെ ജലാംശമെല്ലാം മാറുന്നത് വരെ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ചോറ് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ഒരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു റൈസാണിത്. വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാനുള്ള താമസം മാത്രമേ ഉള്ളൂ. 2 ഗ്ലാസ് അരിക്ക് അതേ ഗ്ലാസ്സിൽ 4 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചാണ് ഞാനിതിൽ ഒഴിച്ചിരിക്കുന്നത്. റൈസിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് മീഡിയം ഫ്ലെയിമിലേക്കും മാറ്റാം. ഇടയ്ക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. റൈസൊന്നും അടുക്കി പിടിച്ചിട്ടില്ല. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. വളരെ കുറച്ച് മതി. റൈസ് കുഴഞ്ഞു പോകാതെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായും ചെയ്ത് നോക്കണം, ഇഷ്ടമാകും. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.